വോട്ട് വെട്ടിയത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൌത്ത് വാർഡ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടി. കഴിഞ്ഞ തവണ ചേവായൂർ ഡിവിഷനിൽ വോട്ട് ചെയ്തിരുന്നു. നടപടിയിൽ പരാതി നൽകുമെന്നും ബിന്ദു കമ്മനക്കണ്ടി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അത് അന്വേഷിക്കണം, എന്താണെന്നറിയില്ല. 2024 വരെ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പറഞ്ഞല്ല, നോമിനേഷന്റെ സമയത്താണ് ഇല്ലാതെ കണ്ടത്. പിന്നെ ചേവായൂർ. സലാം മുഹമ്മദ് തുടരുന്നുണ്ട്. സലാം, കോൺഗ്രസിനെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജ് സൌത്ത് വാർഡ് സ്ഥാനാർത്ഥിയുടേതാണ്. ബിന്ദു കമ്മനക്കണ്ടിക്കും വോട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ടല്ലോ. അതാമൃത ഈ BMWന് വോട്ടിൽ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് 19ാം വാർഡായിട്ടുള്ള മെഡിക്കൽ കോളേജ് സൗത്തിലെ സ്ഥാനാർത്ഥിയായ ബിന്ദു കമ്മനക്കണ്ടിക്ക് കൂടി വോട്ടില്ലെന്ന വിവരം വരുന്നത്. അതിനുള്ള മറുപടി ആയിക്കൊണ്ടാണ് ബിന്ദു കമ്മനക്കണ്ടി പറയുന്നത് താൻ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. 21ാം വാർഡായിട്ടുള്ള ചേവായൂരിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നോമിനേഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ വോട്ടില്ലെന്ന വിവരം അറിയുന്നത്. അതിനെതിരെ പരാതി നൽകി ഭരണാധികാരിയെ സമീപിച്ച് വോട്ടുറപ്പിക്കാൻ ശ്രമിക്കുമെന്നുള്ളത് തന്നെയാണ് ബിന്ദു കമ്മനക്കണ്ടി പറയുന്നത്. ഏതായാലും 19ാം വാർഡിൽ മത്സരിക്കുന്ന ബിന്ദു കമ്മനക്കണ്ടിക്ക് കൂടി വോട്ടില്ലെന്ന വിവരം പുറത്തു വന്നതോടുകൂടി ജില്ലാ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിസന്ധിയിലാണ് ആയിരിക്കുന്നത്. കാരണം 2 സ്ഥാനാർത്ഥികൾക്കാണ്, അതായത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച മേയർ സ്ഥാനാർത്ഥിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിക്കും വോട്ടില്ലെന്ന വിവരം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സമീപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് നേരത്തെ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ നോമിനേഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുന്നതിനിടെയാണ് വോട്ടില്ലെന്ന വിവരം പുറത്തു വരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ഉറപ്പിക്കണമല്ലോ, വോട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യം നേരത്തെ DCC പ്രസിഡന്റ് ചോദിച്ചതാണ്. അവർ പറയുന്നത് ഈ കോൺഗ്രസ് അല്ലല്ലോ ഇങ്ങനെ പരിശോധന നടത്തേണ്ടത്, കോൺഗ്രസ് സൂക്ഷ്മ പരിശോധന നടത്താതെ തന്നെ ആളുകൾക്ക് വോട്ടുണ്ടാകേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ആണ് DCC പ്രസിഡന്റ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും കോൺഗ്രസ് പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾ, അതായത് 19ാം വാർഡായിട്ടുള്ള മെഡിക്കൽ കോളേജ് സൗത്തിലെ ഈ ബിന്ദു കമ്മനക്കണ്ടി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി കൂടി വോട്ടില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ മേയർ സ്ഥാനാർത്ഥി BMWനും വോട്ടില്ലെന്ന കാര്യം പുറത്തു വന്നിരുന്നു. ബിന്ദു കമ്മനക്കണ്ടിയാണ് നേരത്തെ മീഡിയ വണ്ണിനോട് സംസാരിച്ചത്. അവർ പറയുന്നത് താൻ നോമിനേഷനുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനിടെയാണ് വോട്ടില്ലെന്ന വിവരം അറിയുന്നത്. നേരത്തെ 2020-ൽ 21ാം വാർഡായിട്ടുള്ള ചേവായൂരിൽ താൻ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണാധികാരിയെ സമീപിച്ച് വോട്ടുറപ്പിക്കുമെന്നുള്ളതാണ് ബിന്ദു കമ്മനക്കണ്ടി പറയുന്നത്. അമൃത.